ഹായ് ഫ്രണ്ട്സ്, ഗീതഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിജയലക്ഷ്മിയും മകളും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ് കേട്ടോ. ഞാനാണോ നിൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ, എന്നെ പ്രസവിച്ച നിങ്ങൾ തന്നെയാണ് എൻ്റെ താലി ഭാഗ്യവും തട്ടിക്കളഞ്ഞത്. എന്നെ കതിർമണ്ഡപത്തിലേക്ക് കയറ്റേണ്ട നിങ്ങളാണ് മറ്റൊരു പെണ്ണിൻ്റെ താലി സംരക്ഷിക്കുന്നത്. നിങ്ങൾ എൻ്റെ അമ്മ തന്നെയല്ലേ? എന്തിനാ ഞാൻ സ്നേഹിക്കുന്ന ആളെ എന്നിൽ നിന്നും അകറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്ന് നീ കരുതിക്കോ എന്ന് പറയാൻ കേട്ടോ വിജയലക്ഷ്മി. പുതിയ മകളെ കിട്ടിയപ്പോൾ സ്വന്തം മകളെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ നിങ്ങളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഇനിയും നീ എന്നോട് ഇങ്ങനെ സംസാരിച്ച ഈ ബന്ധം കൂടുതൽ വഷളാകും. ഇതുവരെയുള്ളത് നീ മറന്നിട്ട് ചെമ്പകശ്ശേരിയിലേക്ക് വാ മോളെ എന്ന് പറയുമ്പോൾ, ഒരിക്കലും വരില്ല. എൻ്റെ വിവാഹ ജീവിതം തട്ടിക്കളഞ്ഞ നിങ്ങൾ ഇപ്പം ഇനി ജീവിക്കില്ല എന്ന് തീരുമാനിച്ച് ഒരു മാറ്റവുമില്ല എന്ന് പറയാൻ കേട്ടോ രഞ്ജു. ശിവ, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് നീ ഒരിക്കൽ തിരിച്ചറിയും. അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വരണം, എൻ്റെ ശിവരഞ്ജിനിയെ ചേർത്ത് പിടിക്കാൻ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു മുഹൂർത്തമേ ഉണ്ടാവില്ല എന്ന് പറയാണ് കേട്ടോ രഞ്ജു. എങ്കിൽ ഒരു അപേക്ഷയേ ഉള്ളൂ, ഗോവിന്ദനെ നീ വെറുതെ വിടണം എന്ന് പറയുമ്പോൾ, അതിനെനിക്ക് മനസ്സില്ല. അറക്കിലെ ആമാടപ്പെട്ടി തിരിച്ചു കൊടുത്തത് തന്നെ ചിലത് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ്. അതെല്ലാം ഞാൻ നടപ്പാക്കും. അമ്മയും പുതിയ മകളും തീരുമാനിച്ചാലൊന്നും എന്നെ തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രഞ്ജു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അതിനുശേഷം വിജയലക്ഷ്മി കാറിലിങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. നേരെ രഞ്ജു പറഞ്ഞതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് വിജയലക്ഷ്മി കാറിലിങ്ങനെ വരികയാണ്. അപ്പോൾ രഞ്ജു തെറ്റിപ്പോയതിനുള്ള കാരണം അങ്ങനെ മനസ്സിൽ വിചാരിച്ച് വിഷമിക്കുന്നുണ്ട്. അമ്മ പ്ലീസ്, അമ്മ, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായതുകൊണ്ട് അമ്മയെ ഞാൻ നിർബന്ധിക്കുന്നത്. കാഴ്ചയിൽ ഞങ്ങൾക്ക് പ്രായവ്യത്യാസമൊന്നും തോന്നില്ല. അമ്മയ്ക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മളെപ്പോലെ തന്നെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. സ്വന്തം പ്രയത്നത്തെ ബിസിനസ്സിൽ ഉയർന്നു വരുന്ന ഒരാളാണ്. അമ്മ സമ്മതിച്ചാൽ മാത്രം മതി. ആഭരണമടക്കം വിവാഹത്തിനുള്ള എല്ലാ ചിലവും അദ്ദേഹം വഹിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഓർക്കുന്നത്, എന്ത് കാരണത്താലാ വിവാഹം നടക്കില്ല എന്ന് അമ്മ പറയുന്നത്? അമ്മ അദ്ദേഹത്തെ കാണാൻ പോയ ശേഷം അദ്ദേഹം എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നടക്കുന്നത്. എന്താ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞത്? വിവാഹം കഴിക്കില്ല എന്ന് അദ്ദേഹം പറയണമെങ്കിൽ അമ്മ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അമ്മയോട് പോയി ചോദിക്കാനാണ്. ഇനി ഞാൻ അമ്മയെ ഒരിക്കലും കാണില്ല എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ചിന്തിക്കുന്നത് വിജയലക്ഷ്മി. വീട്ടിലെത്തിയ വിജയലക്ഷ്മി പൂജാ റൂമിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ എൻ്റെ ശിവയ്ക്ക് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിച്ചത്? ഈ സമയത്ത് ഗോവിന്ദുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് എന്തിനായിരിക്കും അവൾ? ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നവും ഗീതുവിന് അറിയില്ല. ഇനി എന്നോടുള്ള ദേഷ്യം അവൾ ഗീതുവിനോട് തീർക്കുമോ? ഗീതു അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകളുടെ വിവാഹം മുടക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും എൻ്റെ ദൈവമേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് രാധികയും വരുണിനെയും പുറത്താക്കുന്ന ഗീതുവിൻ്റെ ദൗത്യം വിജയിക്കണം. ഇതുവരെ ഞാൻ കാത്തു സൂക്ഷിച്ച രഹസ്യം അറയ്ക്കൽ മണ്ണിൽ ഇല്ലാതാകണം. എങ്കിലേ എല്ലാ ദുരൂഹതകൾക്കും ഒരവസരം ആകുമെന്നിങ്ങനെ വിജയലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഗീതു ലാപ്ടോപ്പുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ രാധിക പറയുന്നുണ്ട്, അവളുടെ മട്ടുമതിയും കണ്ടിട്ട് ഒരു ബോംബിടാനാണെന്ന് തോന്നുന്നു. അവൾ 5:30 മീറ്റിംഗ് വെച്ചിരിക്കുന്നത് തന്നെ ആ രഹസ്യം പൊളിക്കാനാണെന്ന് പറയുമ്പോൾ, അത് എന്തായിരിക്കുമെന്നാണ് എൻ്റെ ടെൻഷൻ എന്ന് പറയാൻ കേട്ടോ രാധിക വരുണിനോട്. ഇതിനിടയിൽ നീ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് വരുണിനോട് ചോദിക്കുമ്പോൾ, അമ്മയ്ക്കറിയാമല്ലോ ഞാനിപ്പോൾ ഈ ഇടയായിട്ട് സൈലൻ്റ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കാഞ്ചന അങ്ങോട്ട് വരികയാണ്. മാമി, ഞാൻ എൻ്റെ ബുദ്ധി വെച്ചിട്ട് ഒരു കാര്യം കണ്ടുപിടിച്ചു, അത് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ വരുണ് ചീത്ത പറയണേ. എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ പറയുന്നത് ഒളിഞ്ഞു കേൾക്കലാണോ നിൻ്റെ ഹോബി? വരുണെ, നീ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട്, കാഞ്ചന, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ എന്ന് പറയുമ്പോൾ, ഗീതുപാപ്പ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ലാപ്ടോപ്പ് ഇല്ലേ, അതുക്കുള്ള എന്തോ രഹസ്യമിറുക്ക്. നീ ഒരു മണ്ടിയാണെങ്കിലും അത്യാവശ്യം വിവരമുണ്ട് എന്ന് രാധിക പറയാണ് കേട്ടോ. നിൻ്റെ എന്തോ കള്ളത്തരം അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ എന്നെ ഉൾപ്പെടുത്തി കൊടുക്കാനാണ് അവളുടെ പ്ലാൻ. നീ എന്താ ചെയ്തതെന്ന് പറ എന്ന് പറഞ്ഞിട്ട് വരുൺ അങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും ചെയ്തില്ലമ്മ എന്ന് പറയുമ്പോൾ കാഞ്ചന പിന്നെയും വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വരുൺ മാമനെ കാണാൻ സുവർണ മാമിയും രാധിക മാമിയെ കാണാൻ അജാസും വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഞങ്ങളെ കാണാൻ അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ പ്രത്യേകമായിട്ട് ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ പറയാൻ രേഖപ്പാപ്പ പറഞ്ഞതാണെന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ വരുണിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇനി നീ ചൂടാവാനൊന്നും നിൽക്കണ്ട, നമുക്കെതിരെ ഗീതു കുരുക്കുമുറുക്കുന്നുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്ന മീറ്റിംഗ്. നമ്മൾ കരുതലോടെ നിൽക്കണമെന്ന് രാധികമ്മ പറയണേ. തുടർന്ന് ഗീതു ഗോവിന്ദിനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ജുബയും മുണ്ടും ഒക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ.
എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓഫീസിൽ വന്ന പെണ്ണാരാ? അതറിഞ്ഞിട്ട് എന്തിനാ? അല്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ ഓരോന്ന് പറയുമ്പോൾ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥയാണല്ലോ എന്ന് പറയണേ. ആരാ ഈ മറ്റുള്ളവർ? അല്ല, നമ്മുടെ ഓഫീസിലുള്ളവരൊക്കെ തന്നെ. അവിടെയുള്ളവർ ആ പെണ്ണിനെ കുറിച്ചിട്ട് ചുമ്മാ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ണേട്ടൻ്റെ പഴയ ക്രഷാണെന്നൊക്കെ സംസാരം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ക്രഷ് എന്നത് ന്യൂജൻ കാലത്തെ സംസാര രീതിയാണ്. ഞങ്ങളുടെ കാലത്തൊക്കെ അതിന് ലൈൻ എന്നാ പറയാൻ കേട്ടോ ഗോവിന്ദ്. ലൈൻ എന്ന് ഇപ്പോഴും പറയാം. വെറുമൊരു ലൈനായിരുന്നെങ്കിൽ ആമാടപ്പെട്ടിയൊക്കെ ആയിട്ട് കയറി വരുമായിരുന്നു എന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോൾ, അപ്പോൾ അതുക്കും മേലെ ആയിരുന്നോ ആ റിലേഷൻ എന്ന് ചോദിക്കാൻ കേട്ടോ നമ്മുടെ ഗീതു. അതിനിപ്പോൾ നിനക്കെന്താ? നമ്മളൊരു കോൺട്രാക്റ്റ് ഭാര്യയെ കിട്ടി, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയുരാനാണ് ഞാൻ ഈ നോക്കുന്നത്. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും തലയിടണ്ട എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ്. എന്നെ കളഞ്ഞിട്ട് വേറെ ആരെങ്കിലും കൂടെ പോകാനാണോ പ്ലാൻ എന്നൊക്കെ ചോദിക്കുകയാണേ ഗീതു. അതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പഴയ ക്രഷ് എന്നെക്കാൾ സുന്ദരിയാണോ? നീ വെറും ഒരു കുട്ടിയാണ്. എൻ്റെ ക്രഷെല്ലാം കുറച്ചുകൂടെ മെച്യൂർഡാണ്. അതുകൊണ്ട് സൗന്ദര്യം വെച്ചുള്ള കമ്പാരിസണൊന്നും വേണ്ട എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ്. ഇതൊക്കെ എന്നെ വെറുതെ പറ്റിക്കാൻ പറയാം. ഓഫീസിൽ വന്ന പെണ്ണ് കണ്ണേട്ടൻ്റെ ശത്രുവാണ്, ക്രഷൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ക്രഷാണെന്ന് ഞാനും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാലിനിയുടെ തീരങ്ങൾ എന്നുള്ള പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.